യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും വെളിപ്പെടുത്തലുകളുടെ സന്ദേശം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ കബറിടത്തെങ്കൽ കണ്ടെത്തുകയും മാർപ്പാപ്പയും വിശ്വാസികളായ ചക്രവർത്തിനികളും ചേർന്ന് ഒരു വെള്ളി പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ സന്ദേശത്തിൻ്റെ പകർപ്പാണിത്. ഹംഗറിയിലെ രാജ്ഞിയായ വിശുദ്ധ എലിസബത്തും വിശുദ്ധ മെറ്റിൽഡയും വിശുദ്ധ ബ്രിജീത്തായും യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അറിയുവാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം അരുളിച്ചെയ്തു: നിങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യർ ദൈവഭക്തരും നീതിനിഷ്ഠരുമായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ വിളവ് സമൃദ്ധമായിരുന്നു. ഇന്ന് അത് അപര്യാപ്തമാണ്. ധാരാളം വിളവെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞായറാഴ്ചകളിൽ നിങ്ങൾ ജോലി ചെയ്യരുത്. അന്ന് പള്ളിയിൽ പോവുകയും പാപം ക്ഷമിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. 6 ദിവസം ജോലി ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഭക്തികാര്യങ്ങൾക്കായും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും സഭയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്നതിനുമായി മാറ്റിവെക്കുക. പീഡാനുഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. എന്നെ ബന്ധനസ്ഥനാക്കാൻ വന്നത് ആയുധധാരികളായ 150 പടയാളികളായിരുന്നു. 150. 23 പേർ ചേർന്നാണ് എന്നെ ബന്ധിച്ചത്. നീതി നടപ്പാക്കുന്നതിന് 83 പേർ ഉണ്ടായിരുന്നു. അവർ എൻ്റെ തലയിൽ 150 പ്രാവശ്യം അടിക്കുകയും തോളിന് 80 പ്രാവശ്യം ചവിട്ടുകയും ഉദരത്തിന്മേൽ 108 പ്രാവശ്യം തൊഴിക്കുകയും ചെയ്തു. എൻ്റെ തലമുടിയിൽ 24 പ്രാവശ്യം കയറുകൊണ്ട് കെട്ടിവലിച്ചാണ് പടയാളികൾ എന്നെ നയിച്ചത്. അവർ എൻ്റെ മുഖത്ത് 180 പ്രാവശ്യം തുപ്പി. എന്നെ അവർ 5480 പ്രാവശ്യം അടിച്ചു. അതിൽ 110 അടികൾ എൻ്റെ തലയിൽ തന്നെയായിരുന്നു. എന്നെ ക്രൂരമായി തള്ളിയിടുകയും തലമുടിക്ക് പിടിച്ച് പൊക്കിയെടുക്കുകയും താടിമീശ 23 പ്രാവശ്യം പറിച്ചെടുക്കുകയും ചെയ്തു. 20 ശതങ്ങളേറ്റ എൻ്റെ തലയിൽ 72 കൂർത്ത മുള്ളുകളുള്ള മുൾമുടി അണിയിച്ചു. അവയിൽ 3 മുള്ളുകൾ എൻ്റെ ശിരസിൽ ആഴമായി പതിച്ചു. എന്നെ ചമ്മട്ടിയാൽ അടിച്ചതിനു ശേഷം ഒരു പരിഹാസ രാജാവായി ചുമന്ന മേലങ്കി അണിയിച്ച് നിന്ദിച്ചു. എൻ്റെ ശരീരത്തിലാകെ 1000 മുറിവുകളുണ്ടായിരുന്നു. 608 പടയാളികൾ ചേർന്നാണ് എന്നെ കാൽവരിയിലേക്ക് നയിച്ചത്. 3 പടയാളികൾ എനിക്ക് കാവൽ നിന്നു. എന്നെ നിന്ദിക്കുന്നതിന് 1008 പേരുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 28,430 തുള്ളി രക്തം ചിന്തുകയുണ്ടായി. ഞാൻ നിങ്ങൾക്കായി ചൊരിഞ്ഞിട്ടുള്ള രക്തത്തിൻ്റെ ബഹുമാനത്തിനായി 2 സ്വർഗസ്നായ പിതാവും 2 നന്മ നിറഞ്ഞ മറിയമേ 2 ത്രിത്വസ്തുതിയും 3 വർഷത്തേക്ക് മുടങ്ങാതെ ചൊല്ലുന്നവർക്ക് ഞാൻ 5 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. 1. എല്ലാ പാപത്തിനും പൂർണ്ണദണ്ഡ വിമോചനം. 2. ശുദ്ധീകരണ സ്ഥലത്തെ വേദനയിൽ നിന്ന് മോചനം. 3. പ്രാർത്ഥന ചൊല്ലി 3 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കുന്നുവെങ്കിൽ അത് 3 വർഷം തികയുന്നതിന് തുല്യമായിരിക്കും. 4. നിങ്ങളുടെ മരണം യേശുവിനായി രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് തുല്യമായിരിക്കും. 5. മരണസമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയജനത്തിൻ്റെയും ആത്മാക്കളെ 4 തലമുറകളോളം സ്വീകരിക്കുവാൻ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. തിരുസഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയും എൻ്റെ സന്ദേശത്തെ പുച്ഛിക്കുകയും ചെയ്യുന്നവരെ ഞാൻ ഉപേക്ഷിക്കും. നേരെ മറിച്ച് എൻ്റെ സന്ദേശം കൂടെ കൊണ്ട് നടക്കുന്നവർ പെട്ടെന്നോ വെള്ളത്തിൽ മുങ്ങിയോ മരിക്കുകയില്ല. പകർച്ചവ്യാധികളിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും അവരെ ഞാൻ രക്ഷിക്കും. കൂദാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കുകയില്ല. അനീതി പ്രവർത്തിക്കുന്ന അധികാരികൾ, പരദൂഷകർ, കള്ളസാക്ഷികൾ, ശത്രുക്കൾ എന്നിവരിൽ നിന്നും ഞാൻ അവരെ സ്വതന്ത്രരാക്കും. ഈ സന്ദേശം കൂടെയുള്ളപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം ഉണ്ടാകും. ഇത് സൂക്ഷിക്കുന്ന വീടുകൾക്ക് യാതൊരു ആപത്തും തിന്മയും സംഭവിക്കുകയില്ല. ഇത് കൈവശമുള്ളവർ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് പരിശുദ്ധ കന്യകാമറിയം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇക്കാര്യം വിശുദ്ധ ഗ്രിഗോറിയോസിനും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്ദേശം 1890 ഏപ്രിൽ 5 ലിയോ 13 മാർപ്പാപ്പ റോമിൽ വച്ച് അംഗീകരിച്ചു. സമർപ്പണ പ്രാർത്ഥന. കാരുണ്യവാനായ യേശുവേ, പാപികളായി ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സഹിച്ച പാടുപീഡകളെയും വരിച്ച 5480 അടികളെയും വഹിച്ച തിരുമുറിവുകളെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ചിന്തിയ 28,430 തുള്ളി തിരുരക്തത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ 5 കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.